അനിവാര്യമായ തിരിച്ചടിയാണ് കാനഡ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്കുണ്ടായത്. ഭരണം നിലനിർത്താൻ ഇന്ത്യാവിരുദ്ധ നീക്കം നടത്തിയ ട്രൂഡോയെ ഒടുവിൽ വീഴ്ത്തിയതും അതേ രാഷ്ട്രീയ കളി തന്നെ. എല്ലാവിധത്തിലും കാനഡയെ അധോഗതിയിലെത്തിച്ച ട്രൂഡോയെ സ്വന്തം പാർട്ടിയും കൈയൊഴിഞ്ഞപ്പോൾ നാണം കെട്ട് രാജിവെച്ച് പുറത്തുപോകുകയല്ലാതെ മറ്റൊരു മാർഗവും അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നില്ല. ട്രൂഡോയെ മുൻനിർത്തി വരുന്ന തെരഞ്ഞെടുപ്പിനിറങ്ങിയാൽ പരാജയം ഉറപ്പാണെന്ന് തിരിച്ചറിഞ്ഞാണ് ലിബറൽ പാർട്ടി ട്രൂഡോയുടെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കിയത്. ട്രൂഡോയ്ക്ക് പകരമാരെന്ന ചോദ്യത്തിന് ഇതുവരെയും മറുപടിയായിട്ടില്ല. തലമാറിയാലും 9 വർഷത്തെ തുടർഭരണ വിരുദ്ധ വികാരം മാറില്ല എന്ന പ്രതീക്ഷയിൽ മുഖ്യപ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും. ആകെ കലങ്ങിമറിഞ്ഞ കാനഡയിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അടുത്ത വാർത്ത. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ജനിച്ചു വളർന്ന് ഒടുവിൽ അതേ ഔദ്യോഗിക വസതിയിൽ പ്രധാനമന്ത്രിയായി ഒരു പതിറ്റാണ്ടോളം രാജ്യം ഭരിക്കുക എന്ന അപൂർവതയ്ക്കുടമയാണ് കാനഡയുടെ ഇപ്പോഴത്തെ കാവൽ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. 1971 ക്രിസ്മസ് ദിനത്തിന് ട്രൂഡോ ജനിക്കുമ്പോൾ പിതാവ് പിയറി ട്രൂഡോ കാനഡയുടെ 15ാം പ്രധാനമന്ത്രിയായിരുന്നു. ഇത്തരത്തിൽ ഒട്ടനവധി പ്രത്യേകതകളോടും പ്രതീക്ഷകളോടും കൂടി കാനഡയുടെ അമരത്തെത്തിയ ട്രൂഡോ പാതിവഴിയിൽ അധികാരം ഉപേക്ഷിക്കേണ്ടി വന്നതിന് കാരണം സ്വന്തം ചെയ്തികൾ തന്നെയാണ്. കാനഡയിലെ 8 ലക്ഷത്തോളം വരുന്ന സിഖ് വംശജരുടെ പ്രീതിയും വോട്ടും നേടാൻ വഴിവിട്ട കളിക്കിറങ്ങിയ ട്രൂഡോ ഒടുവിൽ നാണം കെട്ടാണ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചത്. I intend to resign as party leader, as Prime Minister, after the party selects its next leader through a robust, nationwide, competitive process. ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തിയ ട്രൂഡോ യുഎസിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതോടെ അതുവരെ ഇന്ത്യക്കെതിരെ പറഞ്ഞതും പ്രവർത്തിച്ചതുമെല്ലാം വിഴുങ്ങിയെങ്കിലും സ്വന്തം പാർട്ടിക്കാർ പോലും തള്ളിപ്പറഞ്ഞതോടെ പടിയിറങ്ങേണ്ടി വന്നു. 3ാം വട്ടവും കാനഡയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ട്രൂഡോയെ ജനങ്ങളുടെ മനസ്സറിയാത്ത, മാറ്റങ്ങൾ ഉൾക്കൊള്ളാനാകാത്ത ഭരണാധികാരിയായി വിലയിരുത്തപ്പെട്ടു. ട്രൂഡോയെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തോൽവി സുനിശ്ചിതമാണെന്ന് ലിബറൽ പാർട്ടിക്ക് ബോധ്യമായതിന് പിന്നാലെയാണ് അദ്ദേഹത്തെക്കൊണ്ട് രാജിവയ്പ്പിച്ചത്. ലിബറൽ പാർട്ടി പകരമൊരു നേതാവിനെ തിരഞ്ഞെടുത്താലുടൻ സ്ഥാനമൊഴിയുമെന്നാണ് ട്രൂഡോയുടെ പ്രഖ്യാപനം. സത്യത്തിൽ കഴിഞ്ഞ 4 മാസമായി ട്രൂഡോ കാനഡയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ ഔദാര്യം കൊണ്ടാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താകാനുള്ള അംഗബലമേ ട്രൂഡോയ്ക്കുണ്ടായിരുന്നുള്ളൂ. 338 സീറ്റുള്ള പാർലമെന്റിൽ 154 സീറ്റ് മാത്രമുള്ള ട്രൂഡോയുടെ ലിബറൽ പാർട്ടി 3 വർഷമായി കാനഡ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ജഗ്മീത് സിംഗ് എന്ന സിഖുകാരൻ നേതൃത്വം നൽകുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ 24 എംപിമാരുടെ പിന്തുണയോടെയാണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ NDP പിന്തുണ പിൻവലിച്ചതോടെ ട്രൂഡോയുടേത് ന്യൂനപക്ഷ സർക്കാരായി. പെട്ടെന്നൊരു തെരഞ്ഞെടുപ്പ് വേണ്ട എന്ന് കരുതിയായിരിക്കണം പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിലേക്ക് തയ്യാറാകാതിരുന്നതെന്നും അനുമാനിക്കുന്നു. വരുന്ന ഒക്ടോബറിലാണ് കാനഡയിലെ പൊതു തെരഞ്ഞെടുപ്പ്. 2015 പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ഏറെ ആഘോഷിക്കപ്പെട്ട നേതാവായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ. യുവത്വത്തിന്റെ പ്രസരിപ്പും പുരോഗമന നിലപാടുകളും തുടക്കകാലത്ത് ട്രൂഡോയ്ക്ക് താരപരിവേഷം നൽകി. ലിബറൽ പാർട്ടിയെ സംബന്ധിച്ചും ഒരു രക്ഷകന്റെ റോളായിരുന്നു ട്രൂഡോയ്ക്ക്. 2013 ട്രൂഡോ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നത്. അന്ന് വലിയൊരു തകർച്ചയെ അഭിമുഖീകരിക്കുകയായിരുന്നു പാർട്ടി. 2011 തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി പാർട്ടി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് അന്നത്തെ അധ്യക്ഷൻ രാജിവെച്ചൊഴിഞ്ഞപ്പോഴാണ് ട്രൂഡോ ലേബർ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. പാർട്ടിക്ക് പുതിയൊരു ഊർജ്ജവും ദിശാബോധവും നൽകുവാൻ ട്രൂഡോയ്ക്കായി. അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും നിലപാടുകളും പാർട്ടിയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിയെഴുതി. വെറും 34 എംപിമാർ മാത്രമുണ്ടായിരുന്ന പാർട്ടിയെ 2 വർഷത്തിനകം അദ്ദേഹം അധികാരത്തിലെത്തിച്ചു. കുടിയേറ്റവും ലിംഗസമത്വവും അടക്കം അദ്ദേഹത്തിന്റെ പല ആദ്യകാല തീരുമാനങ്ങളും ഏറെ പ്രകീർത്തിക്കപ്പെട്ടു. മന്ത്രിസഭയിൽ പുരുഷന്മാർക്കൊപ്പം തന്നെ വനിതകൾക്കും പ്രാതിനിധ്യം നൽകി. ചൈൽഡ് കെയർ ബെനിഫിറ്റും മരിജുവാന ഉപയോഗം നിയമവിധേയമാക്കിയതും അടക്കമുള്ള തീരുമാനങ്ങളും ശ്രദ്ധേയമായി. എന്നാൽ മുന്നോട്ടു പോകെ വിവാദങ്ങളും ഭരണത്തിലെ പാളിച്ചകളും ട്രൂഡോ സർക്കാരിനെ വേട്ടയാടാൻ തുടങ്ങി. കൈക്കൂലി കേസിൽ SNC ലാവ്ലിനെ പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്ന് ഒഴിവാക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടെന്നായിരുന്നു ആരോപണം. ഈ വിവാദങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ മാറ്റുകുറിച്ചു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണ ഉറപ്പാക്കി സർക്കാർ രൂപീകരണം. ഇതിനിടയിലായിരുന്നു കോവിഡ് പ്രതിസന്ധി. വാക്സിനും സാമ്പത്തിക സഹായങ്ങളും ഉറപ്പാക്കി കോവിഡ് ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ സർക്കാരിന് കഴിഞ്ഞിരുന്നു. ഈ ആത്മവിശ്വാസത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ ട്രൂഡോ ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 5 സീറ്റുകൾ കൂടുതൽ നേടിയെങ്കിലും ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം അപ്പോഴും ലഭിച്ചില്ല.
തുടർന്നും NDPയുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിച്ച ട്രൂഡോ പലപ്പോഴും NDPയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വന്നു. സാമ്പത്തിക നയതന്ത്ര വിഷയങ്ങൾ, രാഷ്ട്രീയ വിവാദങ്ങൾ, ഉൾപാർട്ടി പ്രശ്നങ്ങൾ തുടങ്ങി പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായെത്തി. കോവിഡിനെ തുടർന്ന് തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥ തന്നെയായിരുന്നു പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. വിലക്കയറ്റവും നാണയപ്പെരുപ്പവും ജനങ്ങളെ പൊറുതിമുട്ടിച്ചു. നാണയപ്പെരുപ്പം ഒരു ഘട്ടത്തിൽ 8% വരെ ഉയർന്നിരുന്നു. പിന്നീടത് 2% കുറയ്ക്കാനായെങ്കിലും തൊഴിലില്ലായ്മ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്തുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ട്രൂഡോ സ്വന്തം പൌരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു. കുടിയേറ്റ നയം ഉദാരമാക്കിയതോടെ കാനഡയിലേക്കുണ്ടായ ജനപ്രവാഹം വിലക്കയറ്റത്തിലേക്കും ഭവന പ്രതിസന്ധിയിലേക്കും നയിച്ചു. കാനഡയുടെ സാമ്പത്തിക വളർച്ച നിലനിർത്തുന്നതിൽ കുടിയേറ്റക്കാർക്ക് നിർണായക പങ്കുണ്ടെന്നായിരുന്നു എക്കാലത്തും ട്രൂഡോയുടെ നിലപാട്. കുടിയേറ്റത്തെ തുടർന്ന് ജനസംഖ്യയിലുണ്ടായ പെട്ടെന്നുള്ള വർധന ഭവന പ്രതിസന്ധി രൂക്ഷമാക്കി. വീടുകൾക്കും താമസ സൌകര്യത്തിനുമുള്ള ചെലവ് കുതിച്ചുയർന്നപ്പോൾ കൂടുതൽ ബാധിച്ചത് കനേഡിയൻ പൌരന്മാരെയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, പൊതുഗതാഗതം തുടങ്ങിയ സാമൂഹിക സേവനങ്ങളെയും ജനസംഖ്യാ വർധന ദോഷകരമായി ബാധിച്ചു. കുടിയേറ്റം പരിധി വിട്ടുയർന്നതാണ് ഇതിനെല്ലാം കാരണമെന്ന ചിന്ത കനേഡിയൻ പൌരന്മാരിൽ ശക്തമായി. മാത്രവുമല്ല, നവംബറിൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ റാലിക്കിടെ കാനഡയിലെ വെള്ളക്കാർ ഇംഗ്ലണ്ടിലേക്കോ യൂറോപ്പിലേക്കോ പോകാൻ ഖാലിസ്ഥാൻ അനുകൂലികൾ ആവശ്യപ്പെടുന്നതിന്റെ വീഡിയോ വൈറലായതും ട്രൂഡോ സർക്കാരിന് തിരിച്ചടിയായി. അന്തകവിത്തായി ഖാലിസ്ഥാൻവാദികൾ കാനഡയുടെ മണ്ണിൽ വളർന്നുവന്നതിന്റെ തെളിവായി ഈ വീഡിയോ ഉയർത്തിക്കാട്ടി. ഇതേ തുടർന്നാണ് കുടിയേറ്റം 20% വെട്ടിച്ചുരുക്കുവാൻ ട്രൂഡോ സർക്കാർ കഴിഞ്ഞ ഒക്ടോബറിൽ തീരുമാനിച്ചത്. നയതന്ത്ര തലത്തിൽ ഇന്ത്യയും ചൈനയുമായുള്ള പ്രശ്നങ്ങളും പ്രധാനമന്ത്രി എന്ന നിലയിൽ ട്രൂഡോയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. ഖലിസ്ഥാൻവാദികൾക്ക് നൽകിയ തുറന്ന പിന്തുണയാണ് ഇന്ത്യയുമായുള്ള ട്രൂഡോയുടെ ബന്ധം വഷളാക്കിയത്. ഖലിസ്ഥാൻവാദിയായിരുന്ന ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നായിരുന്നു കനേഡിയൻ സർക്കാരിന്റെ ആരോപണം. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എക്കാലത്തെയും മോശം നിലയിലെത്തിച്ചു. സഖ്യകക്ഷിയായ NDPയെ പ്രീതിപ്പെടുത്തുന്നതിനൊപ്പം രാജ്യത്തെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനായിരുന്നു ട്രൂഡോ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയവും ട്രൂഡോയ്ക്ക് തിരിച്ചടിയായി. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപിന്റെ ആദ്യ ഭീഷണികളിലൊന്ന്. അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും നിയന്ത്രിക്കാൻ കാനഡ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം. കാനഡയിൽ നിന്നുള്ള കയറ്റുമതിയുടെ 77% അമേരിക്കയിലേക്കായതിനാൽ കനേഡിയൻ ജനതയിൽ ആശങ്ക ശക്തമാക്കുന്നതായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രൂഡോ രാജിവെച്ചൊഴിയുമ്പോൾ ലിബറൽ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് ആരെന്ന ചോദ്യവും സജീവമായി ഉയരുന്നുണ്ട്. ട്രൂഡോയുമായുള്ള ഭിന്നതയെ തുടർന്ന് രാജിവെച്ചൊഴിഞ്ഞ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് തന്നെയാണ് മുൻപന്തിയിലുള്ളത്. ക്രിസ്റ്റിയയ്ക്കൊപ്പം തന്നെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരു നേതാവാണ് ബാങ്ക് ഓഫ് കാനഡയുടെ മുൻ ഗവർണർ മാർക്ക് കാർണി. ഇന്ത്യൻ വംശജയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ അനിത ആനന്ദിനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. നേതൃസ്ഥാനത്തേക്ക് ആരെത്തിയാലും വലിയ വെല്ലുവിളികളാണ് അവരെ കാത്തിരിക്കുന്നത്. നിലവിൽ അഭിപ്രായ സർവേകളിൽ ലിബറലുകളേക്കാൾ 20% മുന്നിലാണ് എതിരാളികളായ കൺസർവേറ്റീവ് പാർട്ടി. ഇപ്പോഴൊരു തിരഞ്ഞെടുപ്പ് നടന്നാൽ പ്രതിപക്ഷ നേതാവ് പിയർ പോളിയേവ് പ്രധാനമന്ത്രിയാകും എന്നാണ് എല്ലാ സർവേ ഫലങ്ങളും വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്നത് പുതിയ നേതാവിന് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അതോടൊപ്പം രാഷ്ട്രീയത്തിൽ ട്രൂഡോയുടെ കരുനീക്കങ്ങൾ എന്തായിരിക്കുമെന്നതിനെയും ഉറ്റുനോക്കുകയാണ് കാനഡയിലെ ജനങ്ങൾ.